तू ना मिला, हाँ तू ना मिला तो सबसे कर अलविदा, ना आऊंगा कभी फिर लौट कर, जाया सपने जाया अपने. ഹേ ഓൾസോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തെ ഈ വീഡിയോ എടുത്തിട്ട് കുറച്ച് ദിവസമായിട്ട് ഞാൻ എഡിറ്റ് ആക്കാൻ ടൈമില്ലാത്തതുകൊണ്ട് അങ്ങനെ വെച്ചതാണ്. ഇപ്പോൾ സ്റ്റോറേജ് ഫുള്ളായിട്ടാകുമ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും എഡിറ്റ് ആക്കിയിട്ട് ബാക്കിയുള്ള എല്ലാ വീഡിയോസും ഡിലീറ്റ് ചെയ്യാന്ന്. ഈ സ്റ്റോറേജ് ഫുള്ളാകുന്ന സമയത്താണ് കേട്ടോ എനിക്കൊരു ബോധം വരല് ഫോണിൽ ഇത്രയും വീഡിയോസ് ഉണ്ടെന്ന്. അപ്പം ഇന്നത്തെ വീഡിയോ എൻ്റെ ഏട്ടത്തി ദുബൈയിലേക്ക് പോകുന്നതാണ്. അപ്പം ഇപ്പം നമ്മളിന്ന് ജസ്റ്റ് ഒന്ന് പെട്ടിയെല്ലാം നോക്കുന്നതാണ് സാധനമെല്ലാം വെച്ചിട്ട്. പിന്നെ ഈ പള്ളിക്കറി മിക്സ് ഇല്ലേ, പള്ളിക്കറിയും ചിക്കൻ ചുക്കാവും ഓള് കൊണ്ടുവന്നുണ്ട്. ഇത് നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് വാങ്ങലുണ്ട് കേട്ടോ. ഇത് വെച്ചിട്ട് ബീഫ് കറി വെച്ചാൽ അടിപൊളി ടേസ്റ്റ്. എന്നാൽ നമുക്ക് പള്ളിയിൽ നിന്ന് കിട്ടുന്ന ചോറില്ലേ അതിൻ്റെ ഒക്കെ കിട്ടുന്ന കറി അതേ സെയിം ടേസ്റ്റ് അതേ മണവും. ഓള് നാളെയാണ് കേട്ടോ പോകുന്നത്. അപ്പം ഇന്ന് പൊരക്ക് ചെറുങ്ങനെ ഉസ്താനെ വിളിച്ചിട്ട് നേർച്ച വയ്ക്കുന്നുണ്ട്. അപ്പം ആ പെട്ടിയിൽ നമ്മളിങ്ങനെ ജസ്റ്റ് എല്ലാം വെച്ച് നോക്കിയതാണ്. മുളക് പൊടിയും മസാലപ്പൊടിയും അങ്ങനെ കുറേ ഉണ്ടായിന്. പിന്നെ ഈ കുരുമുളക് പൊടി ഓൾക്ക് കൊണ്ടുപോകാനില്ലതാന്ന്. അപ്പം അതങ്ങനെ പൊടിച്ച് വെച്ചതാണ്. പിന്നെ ഇത് ബീഫ് എന്തെല്ലോ സാധനം ഇട്ടിട്ട് വേവിച്ചിട്ട് ഇത് 2-3 കവറിൽ ആക്കി വെക്കാനുണ്ടായിന്. ഇനി ഇത് ഫ്രീസ് ചെയ്യും. ഇത് ഫ്രീസ് ചെയ്തിട്ടാണ് കേട്ടോ കൊണ്ടുവന്നത്. അപ്പം ആ ബീഫ് അങ്ങനെ ഒഴിച്ച് വെക്കുന്നതാണ് ഞാനും ഓളും കൂടിയിട്ട്. അതിൻ്റെ ഇടയിൽ കിച്ചണിൽ ഫുള്ള് തിരക്കിൽ പണി നടക്കുന്നുണ്ട്. ഇത് ഉസ്താക്കിലെ ഫുഡാണ്, നേർച്ച കഴിക്കാൻ വരുന്ന ഉസ്താക്കിലെ ഫുഡ്. കോഴിക്കറിയും പിന്നെ നെയ്പ്പത്തലും. അപ്പം ഇപ്പോൾ ഇവിടെ എല്ലാവരും ഉണ്ട്. അപ്പം നമുക്ക് എല്ലാവർക്കും തക്കത്തെ ഫുഡാണ് ഇട്ടത്. ഇപ്പോൾ ഏകദേശം വൈകുന്നേരമാണ് നേർച്ച കഴിക്കുന്നത്. അതിൻ്റെ ഇടയിൽ പോയിട്ട് ഞാൻ ആ നെയ്പ്പത്തിൽ തോന്നുന്നുണ്ട്. നമ്മൾ ഉച്ചയ്ക്ക് നേർച്ച കഴിക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചത്. ഉച്ചയ്ക്ക് നേർച്ച കഴിച്ചിട്ട് നെയ്ച്ചോറും അങ്ങനെയെല്ലാം വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായത്. പക്ഷെ ഉസ്താക്ക് എന്തോ തിരക്കുണ്ടെന്ന് പറഞ്ഞിട്ട് അത് പിന്നെ വൈകുന്നേരം ആക്കി. പിന്നെ ഈ കറി വിളമ്പുന്നതെല്ലാം എൻ്റെ ഉമ്മ എന്നിട്ടാ സ്പീഡ് വിളമ്പുന്ന. നേർച്ച കഴിച്ചിട്ട് ദുവാലെല്ലാം കഴിഞ്ഞിട്ട് പെട്ടെന്ന് വിളമ്പുന്നതാണ്. പിന്നെ ബീഫ് കറി നമ്മൾ ഉച്ചയ്ക്ക് വെച്ചതാണ് കേട്ടോ ഫുഡിന്. അത് ഏകദേശം പകുതി ആയിന്. അപ്പം അത് കുറച്ചേ ഉണ്ടായിട്ടു അതും കൂടി വെച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ നേർച്ചയെല്ലാം കഴിഞ്ഞിട്ട് മഗ്‌രിബിൻ്റെ സമയം ഉസ്താദെല്ലാം പോയി നേർച്ചയെല്ലാം കഴിഞ്ഞ്. പിന്നെ എൻ്റെ അമ്മ വരുമ്പം ഷവർമ്മ കൊണ്ടുവന്നിട്ടുണ്ടായിന്. കുറേ സമയമായിട്ട് ഇവിടെ ഷവർമ്മ വെച്ചിട്ട്. ഞാനിപ്പം ഏഷ്യാല കഴിഞ്ഞിട്ടാണ് തോന്നുന്നത് എനിക്ക് കൊണ്ടുവന്ന ഷവർമ്മയാണ് ഇവർ തോന്നുന്നത്. പണ്ടെല്ലാം ഞാൻ ഫുള്ള് ഷവർമ്മ അഡിക്റ്റാണ്. എന്നോട് ആരെന്ത് വേണമെന്ന് വെച്ചാൽ ഞാൻ ഹോട്ടൽ പോലെ ഷവർമ്മ. ഇപ്പോൾ പിന്നെ ഷവർമ്മയിൽ നിന്ന് നേരെ മാറിയിട്ട് ലോഡഡ് ഫ്രൈസ്. ഇപ്പോൾ എവിടെ പോയാലും ലോഡഡ് ഫ്രൈസ് എന്ന് തന്നെ പറയും. അങ്ങനെ പിന്നെ ഒരു 9:30 എല്ലാം ആയിട്ടാകുമ്പം നമ്മൾ നേരെ കൽനാടേക്ക് പോകാമെന്ന് വിചാരിച്ച്. എൻ്റെ ഏട്ടത്തിൻ്റെ ഹസ്ബൻഡിൻ്റെ പുരയാണ്. ഓളാടുന്നാണ് കേട്ടോ പോകുന്നത്. ഇവിടുന്ന് പിന്നെ കുറച്ചധികം സാധനം ഉണ്ട്. അപ്പം നമ്മൾ എല്ലാം ട്രോളിയിൽ ഇപ്പം ഡ്രസ്സും പാത്രവും ചെരുപ്പ് അങ്ങനത്തെ മാത്രം വെച്ച് ബാക്കി ആ ഫുഡ് ഐറ്റംസ് എല്ലാം ഇപ്പം ഫ്രീസ് ചെയ്തിട്ടുണ്ട്. അതും കൂടി അങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ട്. നാളെയാണ് കേട്ടോ ഓള് പോകുന്നത്. നാളെ ഒരു വൈകുന്നേരം ആ സമയത്താണ് ഓള് പോകുന്നത്. അപ്പം ഇന്നിപ്പോൾ രാത്രി ഞാനും ഓളും കൂടിയിട്ടാണ് കേട്ടോ അടുത്തേക്ക് പോകുന്നത്. ഓൾക്കൊരു ഹെൽപ്പിന് വേണ്ടിയിട്ട് ഞാനും കൂടി പോകുന്നതാണ്. ഉമ്മ അല്ല നാളെ വരൂ. ഈ പുരക്കുന്ന ഇറങ്ങുന്ന സമയത്ത് ബാഗ് എടുക്കാൻ മറന്ന് എല്ലാം എടുക്കുന്നതിൻ്റെ ഇടയിൽ. എന്നിട്ട് രണ്ടാമത് ആദ്യം തിരിച്ച് പോയിട്ട് ആ ബാഗെല്ലാം എടുത്തിട്ട് ഇപ്പോൾ ഇവിടെ തിരിച്ചിട്ട് എത്തിയിട്ട കൽനാടേക്ക്. അങ്ങനെ പിന്നെ രാത്രി ഓൾക്ക് മൈലാഞ്ചി ഇട്ട് കൊടുത്തിട്ട് കടന്നിട്ട് ഉറങ്ങി. കാരണം കുറേ ലേറ്റ് ആയിന് ഇവിടെ എത്തുമ്പം. പിന്നെ ഇനി ഇത് പിറ്റേ ദിവസത്തെ വ്ളോഗാണ് കേട്ടോ. അവൾ പോകുന്നില്ല വ്ളോഗ്. അപ്പം ഞാൻ എണീച്ചിട്ട് താഴേക്കെല്ലാം പോയിട്ട് അമ്മക്കോൾ എനിക്ക് ചായയെല്ലാം ആക്കി വെച്ചിട്ടുണ്ടായിന്. ചായയെല്ലാം കുടിച്ചിട്ട് പിന്നെ ഇവിടുന്ന് തേങ്ങ ഉണ്ടായിന് കൊണ്ടുപോകാൻ. തേങ്ങ ചരച്ചിട്ട് ഇതും കൂടി ഫ്രീസ് ചെയ്തിട്ടാണ് കൊണ്ടുപോകുന്നത്. അവൾ ഏകദേശം സാധനമെല്ലാം ഇവിടുന്ന് തന്നെ കൊണ്ടുപോയിന് നാട്ടിൽ നിന്ന്. അങ്ങനെ ഇതെല്ലാം നമ്മൾ എടുത്തൊക്കെല്ലാന്ന്. പിന്നെ ഞാൻ നേരെ റൂമിലേക്ക് വന്നിട്ട് എംബ്രോയ്ഡറി എനിക്ക് കുറച്ച് ചെയ്യാനുണ്ടായിന്. അങ്ങനെ അതെല്ലാം ചെയ്യില്ലാന്ന്. ഇപ്പോൾ അവിടെ പോകുമ്പോൾ ഈ സാധനം കൊണ്ട് പോകേണ്ട അവസ്ഥയാണ്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഞാൻ നേരത്തെ ആയപ്പോയിട്ട് ഒരു ഉച്ചയാകുമ്പം ബാക്കിയുള്ള സാധനം കൂടി പാക്ക് ചെയ്യാനുണ്ടായിന്, കുറച്ച് സാധനം കൂടി. ഇത് കറിവേപ്പാണ് കേട്ടോ. കറിവേപ്പും പിന്നെ ഇത് മറ്റേ ബിരിയാണിയിലെല്ലാം ഉണ്ടാകുന്ന ആ ചപ്പലില്ലേ അതെല്ലാം കൂടി മറ്റേ പ്ലാസ്റ്റിക് റാപ്പിൽ ചുറ്റുന്നുണ്ട്. പിന്നെ ഇത് അച്ചാറും മറ്റേ ബോട്ടിലെ നെയ്യാണ് കേട്ടോ. ഇതെല്ലാം ഇപ്പോൾ ഫ്രീസ് ചെയ്യണം. അപ്പം ഞാനും ഓളും കൂടിയിട്ട് അതിന് ടേപ്പെല്ലാം ചുറ്റുന്നതാണ്.
അങ്ങനെ എല്ലാം എടുത്ത് വെച്ചിട്ട് അതിൽ ലാസ്റ്റ് നമ്മൾ പെട്ടിയിലെല്ലാം സെറ്റാക്കിയിട്ട് വെയിറ്റ് നോക്കുമ്പോഴേക്ക് വെയിറ്റ് അധികമാണ് കേട്ടോ അതിൽ. എന്നിട്ട് കുറേ അരിപ്പൊടി കുറേ സാധനമെല്ലാം മാറ്റി വെക്കാമെന്നെല്ലാം വിചാരിച്ച് അങ്ങനെ കുറേ സമയത്തിൻ്റെ തൂക്കലിന് ശേഷം വെയിറ്റെല്ലാം റെഡിയായി, അരിപ്പൊടിയെല്ലാം മാറ്റി വെച്ച്. പിന്നെ ഉമ്മാവും ഇളയമ്മാവും എല്ലാവരും വന്നിട്ടുണ്ടായിനി. അങ്ങനെ അവർ ഫുഡ് കഴിക്കലാന്ന്. ഞാൻ നേരത്തെ കഴിച്ചിട്ട് ഞാൻ ഇവർ വരുന്നതിന് മുമ്പേ ഫുഡെല്ലാം കഴിച്ച് ഇനി റെഡി ആവാനേ ഉള്ളൂ. ഈ പെട്ടി തൂക്കുന്നതിൻ്റെ ഇടയിലാന്നിട്ടാ ഇവരെല്ലാവരും കൂടിയിട്ട് വെയിറ്റ് നോക്കി. ഒരാൾ വെയിറ്റ് നോക്കിയതേ ഉള്ളൂ, പിന്നെ എല്ലാവർക്കും കൂടിയിട്ട് വെയിറ്റ് നോക്കണം. അങ്ങനെ നമ്മൾ എല്ലാവരും കൂടിയിട്ട് വെയിറ്റെല്ലാം നോക്കി. ഇനി നേരെ എയർപോർട്ടിലേക്ക് പോകാൻ റെഡി ആവലാന്ന്. ഇതാന്നിട്ട് എൻ്റെ ഔട്ട്ഫിറ്റ്. അതിൻ്റെ ഇടയിൽ ഞാനിങ്ങനെ ഓളെ അലമ്പായിക്കൊണ്ട് നിൽക്കുന്നതാണ്. ബാക്കി എല്ലാവരും റെഡി ആവുന്നേ ഉള്ളൂ. ഞാൻ ഫസ്റ്റ് റെഡി ആയിട്ടിരുന്നതാണ്. അങ്ങനെ ചെയ്യുന്നതിന് മുമ്പ് പെട്ടിയും ലോക്കായി. ഈ പെട്ടീൻ്റെ ലോക്ക് ആർക്കും അറിയില്ല, അതുകൊണ്ട് തന്നെ സിബ് ഇട്ടിട്ട് മാത്രം വെച്ചതാണ്. എന്നിട്ട് ആരോ പിടിച്ചിട്ട് ലോക്കാക്കി, സിബ് അമർത്തി ആ ലോക്കിൽ. അവന് അത് തുറക്കാനും കഴിഞ്ഞില്ല, അതിൻ്റെ ലോക്ക് അറിയില്ലുമില്ല. ലാസ്റ്റ് ഇങ്ങനെയല്ലോ കത്തിയെല്ലാം ഇട്ടിട്ട് അങ്ങനെയല്ലോ തുറന്ന്. അങ്ങനെ ലാസ്റ്റ് എല്ലാവരോടും ബായി പറഞ്ഞിട്ടോള് പൊരക്കുന്ന കീന്. ഇല്ലെങ്കിൽ നമ്മൾ പൊരക്കുന്ന 6 ദുബൈക്ക് പോകുന്നുണ്ടെങ്കിൽ കണ്ണൂർ എയർപോർട്ടിൽ നിന്നാണ് പോലത്. ഇപ്പം കണ്ണൂർ റോഡെല്ലാം മോശമായിട്ട് കുറച്ച് നമുക്ക് ഇവിടുന്ന് ലോങ് പോലെയുണ്ട്. പക്ഷെ മംഗലാപുരം കുറച്ച് അടുത്തെന്ന് തോന്നുന്നു. അങ്ങനെ മംഗലാപുരം എയർപോർട്ടിൽ നിന്നാണ് കേട്ടോ പോയത്. എയർപോർട്ടിലാന്ന് നല്ല തിരക്കുണ്ടായിനി. കുറേ സമയം നിൽക്കാനും നമ്മൾ ആരെയും വിട്ടിട്ടാണ്, നമ്മൾ എല്ലാവരും പോയിട്ടുണ്ടായിനി. പിന്നെ നമ്മൾ അവിടുന്ന് ഓള് കയറിയതിന് ശേഷം നമ്മൾ അവിടുന്ന് കീന് അപ്പോഴാണ് ഈ ഫ്ലാഗ് കാണുന്നത്. ഈ ഫ്ലാഗ് നേരിട്ട് കാണാൻ എന്തൊരു പാങ്ങെന്നറിയോ. അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ കാസർഗോഡ് എത്തുമ്പോഴേക്കും മൊഗ്രാളിൽ പുതിയതായിട്ട് വന്നത് തോന്നി റഹ്മാനിയ റെസ്റ്റോറൻറ്റ്. ഞാൻ മാണിക്കോത്തേ വന്നിട്ടു, ഇവിടെ ഇതുവരെ വന്നിട്ടാ, ഇന്നാണ് കേട്ടോ വരുന്നത്. അങ്ങനെ ഇവിടെ കയറിയിട്ടുണ്ടെങ്കിൽ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച്. ഇവിടെ മൊത്തത്തിലൊരു ഒരു പുര പോലെയാണ്. ഇത് പഴയ പുര റെസ്റ്റോറൻ്റ് ആക്കിയതാണ്. പക്ഷെ ഇവിടെ എല്ലാ സാധനമെല്ലാം ഒരു പഴയ ടൈപ്പ് സാധനമാണ്. എന്ത് പറയല്, പണ്ട് കാലത്ത് സാധനങ്ങളില്ലേ, അതന്നെ. റഹ്മാനെ വന്നാൽ പിന്നെ അറിയാലോ, എല്ലാവരും ഓർഡർ ചെയ്യലും മന്തി തന്നെ. അങ്ങനെ നമ്മളും പൊള്ളിച്ച മന്തിയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആൻഡ് നിങ്ങളെ ഒപ്പീനിയൻസ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.